നല്ല നാടൻ തല്ലുമായി തിയേറ്ററുകളിൽ ഇടിച്ചിടിച്ച് കയറുകയാണ് ഇടിയൻ ചന്തു സിനിമ. ഇടിയൻ ചന്തു സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. സംവിധായകൻ ശ്രീജിത്ത് വിജയനുണ്ട്, അതിനകത്തുള്ള അഭിനേതാക്കളുണ്ട്. വിദ്യ, ജയശ്രീ, അനഘ, അനഘയും അനവദ്യയൊക്കെ ഇരട്ടകളാണ്. എന്തായാലും ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അവർ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. തകർത്തോടുകയാണല്ലോ പടം. അതെ, തകർത്തോടുകയാണ്. തിയേറ്ററിൽ ഇടി മാത്രമല്ല കേട്ടോ, നല്ല ഫാമിലി ഇമോഷൻസ്, ഹ്യൂമർ, ചിരി എല്ലാം ഉണ്ട്. ഇതൊരു കംപ്ലീറ്റ് പാക്ഡ് മൂവിയാണ്. അപ്പം ഫാമിലി ഓഡിയൻസിനാണ് സിനിമ തിയേറ്ററിൽ വന്നപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്തത് +2 അല്ലെങ്കിൽ സ്കൂൾ ഓഡിയൻസിന്. അവർക്കൊരു എന്താ പറയുക, ഈ സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് പാക്ക് ചെയ്ത സാധനമാണെങ്കിലും ഒരുപാട് ഫാമിലീസ് സിനിമ കാണാൻ വരികയും അവരുടെ ചിരി, അവർ ഈ സിനിമ കണ്ട് അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. ദുർഗയല്ല വിദ്യ. അതെ, എന്താണ് ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ദുർഗ എന്നാണ്, ശരിക്കുള്ള പേര് വിദ്യ എന്നാണ്. സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചന്തുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ്. അതിന് തുടക്കം തൊട്ടേ, കുട്ടിക്കാലം തൊട്ടേ ചന്തുവിൻ്റെ എല്ലാ ലേയേഴ്സും അറിയുന്ന ഒരാളാണ് ദുർഗ. ചന്തു എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചന്തുവിൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറയുന്ന പോലെ ഒരു ക്യാരക്ടറാണ് ദുർഗ. ഭയങ്കര ബബ്ലി ആയിട്ട് എല്ലാവരുടെ ഇടയിലും ചിരിച്ചും കളിച്ചുമുള്ളൊരു അങ്ങനത്തെ ഒരു റോളാണ് ദുർഗയുടെ. ടീനയെന്ന് വിളിക്കണോ, ജയശ്രീ എന്ന് വിളിക്കണോ, എന്താ വിളിക്കുന്നത്? ഇപ്പോൾ ടീനയാണ്. ഇപ്പോൾ ടീനയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഓഡിയൻസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് കാണുന്ന സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു. ഇടിയൻ ചന്തുവിനെ മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ഇവരുടെ ഒരു പെർഫോമൻസ്, പീറ്റർ ഹെയിൻ്റെ ചെയ്ത ആക്ഷൻ സീക്വൻസിൽ പ്രത്യേകിച്ച് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു രൂപമാറ്റം, ഒരു പെർഫോമൻസ്. ഇപ്പോൾ ജയശ്രീ ആണെങ്കിലും വിദ്യക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ബാക്കി ട്വിൻസിനാണെങ്കിലും ഒക്കെ അവർക്കുണ്ടായ ഒരു വല്ലാത്തൊരു രൂപമാറ്റമുണ്ട്. അത് എന്നെ സ്ക്രീനിൽ എക്സൈറ്റ് ചെയ്യിച്ചൊരു കാര്യമാണ്. ജയശ്രീനെയൊക്കെ ഇതിനു മുമ്പ് കണ്ടേക്കണ സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി കരയുന്നൊരു പെങ്കൊച്ച്, അല്ലെങ്കിൽ മറ്റേ അണ്ണാറക്കണ്ണവ ആ പാട്ടിൽ വന്ന് ഭയങ്കര ലൈറ്റർ ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ആക്ഷൻ ഹീറോ ബിജുവിൽ ആ സ്കൗട്ട് ആൻഡ് ഗൈഡാണ് കുറച്ചും കൂടി, എന്നാലും അതൊരു കരച്ചിലൊക്കെ തന്നെയാണ്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്ലൈമാക്സ് രംഗത്തിലോട്ടൊക്കെ എത്താൻ നേരത്ത് ഇവരുടെ ഒരു ജയശ്രീയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ എന്താ പറയുക, ഫുക്രുവിൻ്റെ കൈ ഓടിച്ചുകൊണ്ടാണ് ജയശ്രീയുടെ ആ മാസ് കാണിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ജയശ്രീനെ വെച്ചിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ജയശ്രീക്ക് തന്നെ ഏറ്റവും വലിയ ഡൗട്ടായിരുന്നു, അല്ല ചേട്ടാ ഞാൻ ഈ മറ്റേ കരച്ചിലും പിഴിച്ചിലും സർട്ടിഫിക്കറ്റ് പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഞാനിങ്ങനെ ചവിട്ടിയൊക്കെ ഇട്ട ആൾക്കാരെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു വലിയ പേടിയുണ്ടായിരുന്നു. ഈ ജയശ്രീ ഒന്ന് നുള്ളി നോക്കി, ഇത് ഞാൻ തന്നെയാണ് ചെയ്തല്ലേ? അല്ല, ഇവരത് പിന്നെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ത്രൂ ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടറിൽ ഇത്ര ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര റെസ്പോൺസീവ് ആയിട്ടുള്ള കരാട്ടെ അറിയണ്ടായിരുന്നില്ല, ഇതിനുവേണ്ടി പഠിച്ചാണ്. അപ്പോൾ അത് ചെയ്തോളും എന്നുള്ളത് വിശ്വസിച്ച് ഏൽപ്പിച്ചുല്ലോ. ശ്രീധരനാണെങ്കിലും വിഷ്ണുവിനാണെങ്കിലും ഈ പ്രൊഡക്ഷൻ ടീമാണെങ്കിലും അത് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ അത് തിയേറ്ററിൽ വരുമ്പോൾ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ആക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിശ്വസിക്കുമോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ക്യാരി ചെയ്യാൻ പറ്റുമോ, ഇതാവുമോ എന്നുള്ളത്. കണ്ടപ്പോൾ എല്ലാവരുടെയും പല അഭിപ്രായങ്ങളുണ്ട്, കൂടുതൽ അഭിപ്രായങ്ങൾ നല്ലതാണ് എന്നുള്ളതുകൊണ്ട് സന്തോഷമുണ്ട്. അല്ല, വിദ്യ ശ്രീധരൻ്റെ കാല് പിടിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം പീറ്റർ ഹെയിനാണെങ്കിൽ എന്നെ ഒന്ന് ക്ലൈമാക്സ് സീനിൽ ഫൈറ്റ് എന്നൊക്കെ ഒഴിവാക്കി തരുന്നത് ഫൈറ്റിലുണ്ട്. വിഷ്ണു ഓർക്കണായിട്ടുണ്ട്. ഇവളുണ്ടല്ലോ, ഇവള് സിനിമയുടെ ഓഡിഷൻ വന്നിട്ട് ആദ്യം തന്നെ ചേട്ടാ ഞാൻ ഭയങ്കര റൈഡറാണ്, ബൈക്ക് ഓടിക്കും മറ്റാണെന്നൊക്കെ പറഞ്ഞ് മല മറിച്ചിട്ട് പോയിട്ട് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് ലെന ചേച്ചിന് താഴ്ത്തിട്ട്, ചേച്ചിക്ക് നേരത്തെ അമ്മാവാസിയിൽ അറിയാൻ പറ്റി വീഴുമെന്നുള്ളത്. അതുകൊണ്ട് ചേച്ചി നേരത്തെ വണ്ടി വന്ന് ഇവളുടെ കയ്യിൽ നിന്ന് പോകുന്നു കണ്ടപ്പോൾ തന്നെ ചേച്ചി ആടിക്കളത്തി. സത്യം പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾ വരെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാനായിട്ട്, എന്നിട്ടും പഠിച്ചില്ല. അത് റൈഡറാണെന്ന് പറഞ്ഞ കക്ഷിയാണ്. അത് വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് സങ്കടം വരും. എന്നിട്ട് പിന്നെ ഇവർക്ക് പറ്റിയൊരു വണ്ടി നമ്മൾ മേടിച്ചു. ആ വണ്ടി ആണ് പടത്തിൽ ഉപയോഗിച്ചത്. അപ്പം വന്നപ്പോഴേ ഇങ്ങനെ ഫൈറ്റ് പരിപാടി എന്നൊക്കെ ചേട്ടാ ഞാൻ ഭയങ്കര കരാട്ടെ കളരി യോഗ തലകുത്തിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. വണ്ടി പ്രശ്നം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ദൈവമേ ഇത് കരാട്ടക്കും കളരിക്കും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നം. അങ്ങനെ മനപ്പൂർവ്വം ഒഴിവാക്കിയതാണ് ക്ലൈമാക്സിലെ ഫൈറ്റ് ചെയ്യുന്നത്. ഈ കരാട്ടയ്ക്ക് കപ്പ് വാങ്ങിയതൊക്കെ വീട്ടിലുണ്ടോ? അല്ല, നല്ല നാടൻ നെല്ല് മാത്രമാണോ? നാടൻ നെല്ലും ഇല്ല, കരാട്ടെ ഇല്ല. അവിടെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ. ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരുമല്ലോ, എനിക്കെന്നാ കുറച്ച് ഫൈറ്റ് ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഈ RDX ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആഗ്രഹം വന്നതാണ്, അതുപോലെ ഒരു ഫൈറ്റ് ഒരു ആക്ഷൻ മൂവിയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ശ്രീധട്ട മറ്റൊന്ന്, ഇതിലാരാണ് അനവധ്യ? ആരാധിയോ അല്ലേ? ഇത് അനഘി അനവധ്യയും ഇത് ഇരട്ടകളാട്ടോ. അതെ, ഇതിലാരാണ്?
നീ അവരോട് തന്നെ ചോദിച്ചാൽ പോരെ. അല്ല എന്നാലും സംവിധായകനല്ലേ. ദേ ഇരിക്കുന്നു. പറ. അല്ല, ആര് എന്നെ നാളെടുത്ത് നീ പറ. അല്ല പുള്ളി പറയട്ടെ അല്ലേ. എനിക്ക് ഇവര് അനവദ്യം മറ്റേ അനഘയല്ല ആരാധ്യയും പടത്തിലെ കഥാപാത്രങ്ങളാണ്, മനസ്സിലായി. ഞാൻ അങ്ങനെ വിളിക്കാറ് അല്ലേ. ആരാണ് എന്ന് പറഞ്ഞു. അനവത്യ. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാരക്ടറൊക്കെ? നല്ലായിരുന്നു. ക്യാരക്ടറൊക്കെ അടിപൊളി. അതല്ല ഇത് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം ആയിരുന്നു ചെയ്ത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ നന്നായിട്ട് വന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ അധികം എനിക്ക് പിന്നെ പൊതുവെ മടിയാണ്. അവൾ നല്ലോണം ചെയ്യും. അവൾ ഞാൻ ചെയ്തില്ലെങ്കിലും അവൾ വെച്ച് നല്ലോണം ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും അവൾ പെട്ടെന്ന് കിട്ടും. ഇവരെ തിരിച്ചറിയാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നന്നായി ചെയ്യുന്ന ആള് അനഘ, മടിയോടുകൂടി ചെയ്യുന്ന ആള് അനവധി. പറ്റില്ല, ഇവക്ക് പകരമാണ് അവൾ തോന്നിയത്, മനസ്സിലായില്ല. പിന്നെ വേറെ ഒരു ഡ്യൂപ്പിനൊക്കെ വെക്കണമെങ്കിൽ വലിയ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഒരു 10 ടേക്ക് അവൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നേരെ അടുത്ത ആൾ വരുന്നു, കയറുന്നു, ചെയ്യുന്നു. ഇപ്പം ഇവള് പുറകുന്നുണ്ട്, പൊളിച്ചു. അങ്ങനെയൊക്കെ ചെയ്തോ? ഇതിനകത്ത് പറ്റിച്ചോ? ഡയറക്ടർ പറ്റിച്ചോ നിങ്ങൾ രണ്ടുപേരും? അങ്ങനെ പറ്റിച്ചിട്ടൊന്നുമില്ല. ഇല്ല, പറ്റിപ്പോയി. അല്ല, അങ്ങനെയല്ല. അവൾക്ക് കിട്ടാത്ത ഡയലോഗ് ഞാൻ ചെയ്യും. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ, അവൾക്ക് ഓക്കെ ആണെങ്കിൽ അവൾ തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അല്ല, ജയശ്രീക്ക് ഇവരെ ഫസ്റ്റ് കണ്ടപ്പം ആരാ മനസ്സിലായിരുന്നു? അല്ല, എനിക്കിപ്പോഴും അറിയില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു മാസം ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും നാളെ ഞാൻ ആദ്യത്തെ ദിവസവും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടുപേരും പേര് മാത്രമേ അറിയുള്ളൂ. അതെ, ഒരേ ബെഞ്ചിൽ മറ്റേ ഒരേ പായയിൽ കിടന്ന് ഒരു എന്താ പറയുക പാത്രത്തിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു. വിദ്യക്ക് മനസ്സിലായിരുന്നു ഇവരാരാന്ന്? അങ്ങനെ ചോദിച്ചാ സിനിമ ഷൂട്ട് ചെയ്തപ്പോഴും മനസ്സിലായിട്ട് ഇപ്പോഴും മനസ്സിലായില്ല. അവള് സിനിമയിൽ പറയണുണ്ട്. എനിക്ക് ഇവരെ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓഡിഷൻ ചെയ്ത ദിവസമായിരുന്നു ഇവരെ ഓഡിഷൻ ചെയ്ത്. ഒരേ റൂമിൽ ടെൻഷൻ അടിച്ചിരുന്നിരുന്ന 3 ആൾക്കാരായിരുന്നു ഞങ്ങൾ. ചേച്ചി എന്തായി? ഞാൻ പറഞ്ഞു അറിയില്ല, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഇവരെ ടെൻഷൻ വരാൻ കൊണ്ട് എനിക്ക് ഈ മുഖങ്ങൾ പേരറിയില്ലെങ്കിലും എനിക്ക് മുഖങ്ങൾ നല്ല കറക്റ്റായിട്ട് അറിയാം. ഈ പീറ്റർ ഹെയ്ൻ ആണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് നായകൻ. ഈ പീറ്റർ ഹെയ്ൻ വന്നപ്പോഴുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് എന്ന് ഡയറക്ടറോട് ചോദിക്കുന്നതിനകത്ത് കാര്യമില്ല. അദ്ദേഹം വന്നത് എങ്ങനെയാണ് സിനിമയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്തു? പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇവിടെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പീറ്റർ ഹെയ്ൻ വന്നിട്ട് ഈ സിനിമയിൽ ബാഹുബലി പോലത്തെ അതുപോലത്തെ അന്യനിൽ കണ്ട പോലത്തെ ഫൈറ്റ് ഉണ്ടായില്ല എന്നുള്ളൊരു ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 300 സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആ ഫൈറ്റ് ചിത്രീകരിച്ച് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഒരു ആൾക്ക് പോലും ഒരു പരിക്ക്, ഒരു സാരമായ കൈമുറിയിൽ കാലുമുറിയിൽ അല്ലാണ്ട് ഒരു പരിക്കുണ്ടായിട്ടില്ല. അത് തന്നെയാണ് പീറ്റർ ഹെയ്ൻ്റെ ഏറ്റവും വലിയ മേന്മ. പ്രായപൂർത്തിയാവാത്ത ഈ മക്കളെ വെച്ചിട്ട് ഇത് ചെയ്യാൻ നേരത്ത് നമ്മൾ എടുക്കേണ്ട ഒരു സേഫ്റ്റി ഉണ്ട്. ഒന്നാമത് ഇതിൻ്റെ ഞാനും വിഷ്ണുവും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരുന്ന മക്കളാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്ന മനുഷ്യൻ എത്തിയത്. പിന്നെ പുള്ളി വന്നിട്ട് പ്രേക്ഷകനെ എന്താ പറയുക, ഒന്ന് ഗൂസ് ബംസ് അടിപ്പിക്കുന്ന കുറച്ച് സീക്വൻസുകൾ ക്ലൈമാക്സിൽ പുള്ളിയുടെ ഇൻപുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം പറയുന്നവർക്ക് കരയിലിരുന്ന് കപ്പലോടിക്കാൻ എളുപ്പമാണ്, കടലിറങ്ങിയിട്ടൊന്ന് കപ്പലോടിച്ച് നോക്കണം, അപ്പം അറിയാം. പെരയും കാറ്റും കോളുമൊക്കെ വരുമ്പോൾ ഇവിടെ കുറേ എണ്ണങ്ങൾ കരയിലിരുന്നിട്ട് ഭയങ്കര കപ്പലോടിക്കല, മറ്റത് മറച്ചത് ആന മയിലൊട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതിൽ ആ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ച പോലത്തെ എല്ലാ സെറ്റപ്പും ഒരു ദിവസം തരാം. ഒരു 4 ഷോട്ട് എടുത്തിട്ടൊന്ന് മാച്ച് ചെയ്ത് കാണിക്കട്ടെ. ഇവർ ആരെങ്കിലും ഈ കരയിരുന്ന് കപ്പലോടിക്കുന്ന ചേട്ടന്മാർ ഒന്ന് മാച്ച് ചെയ്ത് കാണിക്കട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. വിമർശിക്കുന്നവർക്ക് എന്തും പറഞ്ഞ് വിമർശിക്കാമല്ലോ. അതന്നെ, അവർക്ക് അവരിൽ ഒരു ചെറിയ മാനസിക വൈകല്യമുള്ളതിനെ നമ്മൾ എന്ത് പറയാനാണ്, മനസ്സിലായില്ലേ? അപ്പം പീറ്റർ ഹെയ്ൻ വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഈ സിനിമ കഴിഞ്ഞ് അന്ന് രാത്രി അപ്പം ഇങ്ങനെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പീറ്റർ ഹെയ്നുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം പീറ്റർ ഹെയ്ൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാളികളൊരു പ്രത്യേക പരിപാടി കേട്ടോ എന്ന് പറഞ്ഞ പുള്ളി. അപ്പം എനിക്കത് മനസ്സിലായില്ല. ഞാൻ എന്താ സാറെന്ന് വെച്ചാൽ പുള്ളി സാധാരണ ഒരു ഇന്ത്യൻ 2 അല്ലെങ്കിൽ പുഷ്പ അതുപോലെയുള്ള വലിയ പടങ്ങളിൽ ഒരു ഫൈറ്റ് ചിത്രീകരിക്കാൻ എടുക്കുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു 20 മുതൽ 25 കോടി രൂപ വരെയൊക്കെയാണ്. അപ്പം അതിൻ്റെ എത്രയോ ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾ പുള്ളിയെ വെച്ചൊരു ഹോൾ സിനിമ തീർത്തത്. അപ്പോൾ അത് അതും പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഫൈറ്റിൽ. ഇടിക്കുമ്പോൾ പറന്ന് പോയി ഗോൾ പോസ്റ്റിൽ തലയിടിച്ചിട്ട് ഗോൾ പോസ്റ്റ് വളഞ്ഞു പോകുന്ന പോലത്തെ പരിപാടികളൊന്നും ഇതിലില്ലല്ലോ. ഇതിൽ ഒരു +2 സ്കൂൾ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ മാക്സിമം
അവിടെ ഉള്ള മറ്റേ വാട്ടർ ബോട്ടിലും മറ്റേ ഹോക്കി സ്റ്റിക്കും പരിപാടിയൊക്കെ വെച്ചിട്ട് അവർ കാണിക്കുന്ന നാടൻ തല്ല്, കൂട്ടത്തല്ല്. ഇത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ഒരുപാട് വീഡിയോസിൽ. ഇത് തന്നെയാണ് ഒരു കോളേജ് സ്കൂളിൽ നടക്കുന്നതല്ലെന്ന് പറയുന്നത്, അല്ലാണ്ട് അവിടെ പറന്നിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ അത് തന്നെയാണ് പുള്ളി കൺവിൻസ് ആവാനും പുള്ളി സിനിമയിലേക്ക് വരാനുണ്ടായ കാരണം. എന്തായാലും ഈ സിനിമയിൽ അടിയുണ്ട്, അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടിയുണ്ട്, പിന്നെ കുടുംബചിത്രമാണ്. അതെ, ഫാമിലിയുടെ വൈകാരികതയുണ്ട്, നല്ല നർമ്മമുഹൂർത്തങ്ങളുണ്ട്, കോമഡിയുണ്ട്, എല്ലാവർക്കും പറ്റിയ സിനിമയാണ്. എന്തായാലും സിനിമ കാണുക. സിനിമ തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായം അറിയിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും അഭിപ്രായം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യണം. കാരണം മഴ കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എല്ലാവരിലേക്കും സിനിമ എത്തിച്ചുകൊണ്ട് ഇറക്കാൻ പറ്റിയിട്ടില്ല. സിനിമ ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള വിഷൻ്റെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ അറിയാം, സാധാരണ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും അവർക്കൊക്കെ കണക്റ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുള്ള ചേച്ചിയുടെ ക്യാരക്ടർ, പിന്നെ ജയശ്രീയുടെ അനിയൻ തുമ്മി ചെയ്തിരിക്കുന്നു. ഒരു ഡൗൺ സിൻഡ്രോം ഒരു പയ്യൻ ഈ പടത്തിൽ ഒരുപാട് സ്ഥലത്ത് കയ്യടി മേടിക്കുന്നുണ്ട്. ഈ പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നവരാരും അവനെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ ഒരു ഗോപി കൃഷ്ണ പോലത്തെ ഒരു പയ്യൻ വന്നിട്ട് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ത്രൂ ഔട്ട് കയ്യടിയും ചിരിയും കിട്ടുന്നത്. അത് എളുപ്പമല്ല. ആ ഹ്യൂമർ ഉണ്ടാവണമെങ്കിൽ ടൈമിംഗ് വേണം. ഈ ടൈമിങ്ങിനനുസരിച്ച് ഇപ്പോൾ ജയശ്രീയായിട്ടൊക്കെ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയശ്രീക്ക് എടുത്തിരിക്കുന്ന ഒരു എഫർട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അയാളുടെ കൂടെ നിന്നാണ് നമുക്കൊരു ടേക്കൊക്കെ കിട്ടുന്നത്. അപ്പം ആ എഫർട്ടൊന്നും കാണാതെ ഉള്ള ചർച്ചകൾ നമ്മൾ മുഖവരക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് റിവ്യൂ വരുന്നുണ്ട്. തിയേറ്ററിൽ വന്ന് 150 രൂപ മുടക്കിയാൽ അതിനുള്ള ഇപ്പോൾ ഇന്നാൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഇതൊരു 10,000 രൂപയ്ക്ക് ഉള്ള മുതലുണ്ട് 150 രൂപയ്ക്ക്. ഏത് നമ്മുടെ ഈ കച്ചവടക്കാരുടെ ഭാഷ പറയൂലേ. അപ്പം 1000 രൂപയ്ക്കുള്ള 151 രൂപയ്ക്കുള്ളതുണ്ട്. അതാണ് നമ്മൾ തരുന്ന ഗ്യാരണ്ടി. തീർച്ചയായിട്ടും ഈ ഗ്യാരണ്ടി തന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സിനിമ കൂടുതൽ വിജയിപ്പിക്കുക.